ഈ ദശകം വിരാട് പുരുഷ ഉൽപ്പത്തി വർണ്ണനം. എന്താണ് വിരാട് പുരുഷോൽപ്പത്തി? ഭഗവാന്റെ വിരാട് സ്വരൂപത്തിനെ, ആ സ്വരൂപം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നതിനെ പ്രതിപാദിക്കുന്നതാണ് ഈ ദശകം. എന്താണ് ഈ വിരാട് പുരുഷൻ? വിരാട് എന്താണ് ഭഗവാന്റെ രൂപം? പറയൂ, എന്താ ഭഗവാന്റെ രൂപം? ശംഖചക്രഗദാധാരിയാണോ? ആണ്. ആണോ? അല്ല. പിന്നെ അരൂപിയാണോ? ആണ്. എന്ന രൂപല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയായി നീലമേഘ ശ്യാമള വർണ്ണം എന്നൊക്കെ പറയുന്നത്? അപ്പൊ രൂപമുണ്ടോ? ഉണ്ട്. എവിടെയാണ്? അനന്തശയനാണ്, പാലാഴിയാണ്, വൈകുണ്ഠത്തിലാണ്. നമ്മളതിന് രൂപം കൽപ്പിക്കുന്നുണ്ട്, അതേസമയത്ത് തന്നെ രൂപമില്ല എന്നും പറയുന്നു. അരൂപിയാണ്, ഉപാസനയിലോ സഗുണമാണ്. അരൂപിയാണെങ്കിലും ഉപാസനയിൽ സഗുണമാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ രൂപത്തിനെ മനസ്സുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ സാധ്യമല്ല, ധ്യാനിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ രൂപത്തിനെ സങ്കല്പിക്കാൻ സാധിക്കണം. അതാണ് ആ രൂപത്തിന്റെ ഭഗവാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? വൈകുണ്ഠത്തിലാണ്. സർവവ്യാപിയാണ്, സർവ അന്തര്യാമിയാണ്, അല്ലേ ഈശ്വരൻ? അപ്പൊ എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. സർവ അന്തര്യാമി, എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്ന പൊരുള് എന്താണ്? ആ ഈശ്വരനാണ്. സർവന്തര്യാമിയായിരിക്കുന്ന ഭഗവാന്റെ രൂപം എന്താണ്? ഏത് രൂപത്തിലാണോ അത് അന്തര്യാമിയായിരിക്കുന്നത്, അത് തന്നെയാണ് അതിൻ്റെ രൂപം. എന്ന് വെച്ചാലോ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഭഗവാൻ. അപ്പൊ ആ എല്ലാറ്റിൽ കൂടെയും ഭഗവാനെ ദർശിക്കാം. അതായത് ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ രാജതേ വിരാജതേ, രാജതേ ശോഭതേ, വിരാജിക്കുന്നു. ഏതിൽ കൂടെ? ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളിൽ കൂടെയുമാണ് ഭാസിക്കുന്നത്. എവിടെയാണ് ഭഗവാൻ ഭാസിക്കുന്നത്? ഈ കാണുന്ന സർവ ചരാചരങ്ങൾ കൂടെ, 14 ലോകങ്ങളിലും സ്ഥിതി ചെയ്യുന്നതാണ്. ആ കാണുന്ന ലോകത്തിൽ എന്തൊക്കെ രൂപങ്ങളുണ്ടോ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ, എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ, അതെല്ലാം ഭഗവാന്റെ രൂപമാണ്. അതാണ് വിരാട് സ്വരൂപം. ഈ കാണുന്നതെല്ലാം, ഈ കാണുന്ന മായയെല്ലാം ഭഗവാന്റെ വിരാട് സ്വരൂപമാണ്. ആ വിരാട് സ്വരൂപം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നതിനെ പ്രതിപാദിക്കുന്നതാണ് ഈ ദശകം. ഇത് സാഖ്യമതപ്രകാരമാണ്. സാഖ്യമതത്തിന്റെ കർത്താവ് ആരാണ്? കപില മഹർഷി. കപില മഹർഷി അമ്മയായിരിക്കുന്ന ദേവാഹുതിക്ക് ഉപദേശിക്കുകയാണ് ഈ സാഖ്യതത്വങ്ങളെ. അപ്പൊ ഇതെന്താണ്? പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ച പരിണാമം. ആ പ്രപഞ്ച പരിണാമത്തിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വെറുതെ ഒരു പരിണാമം ഉണ്ടാവില്ല. അതിന് പ്രേരകമായിരിക്കുന്ന ശക്തിവിശേഷം ഉണ്ടല്ലോ. പ്രേരകമായിരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. പരിണമിക്കുന്നതോ സ്വയം പരിണമിക്കുന്നതാണെന്നാ പറയുന്നത്. മായ സ്വയം പരിണമിക്കുന്നതാണ്. കാര്യകാരണ സംബന്ധങ്ങളോടുകൂടി സ്വയം പരിണമിക്കുന്നതാണ്. അപ്പൊ പ്രളയം വന്ന കാലത്ത് ആ പ്രളയത്തിൽ എല്ലാം അങ്ങയിൽ പോയി ലയിച്ചു. എന്നിട്ട് ആ പ്രളയകാലം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും അങ്ങയിൽ തന്നെ സൃഷ്ടി ഉണ്ടായി. ആര് സൃഷ്ടിച്ചു? വൈകുണ്ഠരൂപനായിരിക്കുന്ന ഭഗവാനല്ല സൃഷ്ടിച്ചത്. ഈ ക്ഷണാഖ്യം, അങ്ങയുടെ ഒരു ഈക്ഷണം, ഒരു പ്രേരണ, ഒരു ഇച്ഛ, അതിൽ നിന്ന് പ്രകൃതി സ്വയം ഉത്ഭൂതമായതാണ്. പ്രകൃതി സ്വയം ഉണ്ടാക്കപ്പെട്ടതാണ്. ആ ഈക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. പ്രളയകാലത്ത് എന്തുകൊണ്ടുണ്ടായില്ല? അവിടെ ആ ഈക്ഷണം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്നുണ്ടായില്ല. ആ ഈക്ഷണം എപ്പോ വരുന്നുവോ, നിർവ്യാപാരോ വിനിഷ്കാരണമജ, ഓർമ്മയുണ്ടോ?
അങ്ങ് നിർവ്യാപാരനാണ്, വ്യാപാരമില്ലാത്തവനാണ്, പ്രവൃത്തിയില്ലാത്തവനാണ്. നിഷ്കാരണം. ഈ പ്രപഞ്ചത്തിന് കാരണം അങ്ങാണോ? അല്ല. പ്രപഞ്ചത്തിന് കാരണം എന്താണ്? മായയാണ്, അവ്യക്തമാണ്, മൂലപ്രകൃതിയാണ് അതിൻ്റെ കാരണം, അല്ലാതെ അങ്ങല്ല കാരണം. പിന്നെ എങ്ങനെ ഉണ്ടായി? നിർവ്യാപാരോ വിനിഷ്കാരണമജ ഈക്ഷണാഖ്യാം ക്രിയാം. അങ്ങയുടെ ഒരു ഈക്ഷണമാണ് അതിനെ പ്രേരിപ്പിച്ചത്. പ്രേരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആ പ്രേരണയിൽ നിന്ന് എന്തുണ്ടായി? ഈ പ്രപഞ്ചം വികസിച്ചു വന്നു എന്നാണ് പറയുന്നത്. അത് സ്വയം വികസിച്ചതാണ്. ഇപ്പം ഈ ശരീരമുണ്ട് നമുക്ക്. എന്തിനായി ഭഗവാനൊക്കെ വിട്ട് നമ്മളെ ശരീരത്തിലേക്ക് പോവുക? നമ്മളെ ശരീരമുണ്ട്. ഈ ശരീരത്തിന് വികാസം പ്രാപിക്കുന്നുണ്ട്. ഗർഭത്തിൽ നിന്നൊരു ശിശുവായിട്ട് ആ ശിശു ഒരു മനുഷ്യനായി, ഒരു കുട്ടിയായിട്ട് ആ കുട്ടി വീണ്ടും എന്താവുന്നു? യൗവനയുക്തനായി വാർദ്ധക്യത്തിൽ വന്ന് ഇങ്ങനെയുള്ള വികാസക്രമങ്ങൾ ആ ശരീരത്തിന് വരാനുള്ളതായ കാരണം എന്താണ്? അത് സ്വയം വികസിക്കുന്നതല്ലേ? ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ നിന്ന് എങ്ങനെ സൃഷ്ടി ഉണ്ടായോ അതുപോലെ ഈ ശരീരം സ്വയം തന്നെ വലുതാവുന്നതാണ് അല്ലേ? പക്ഷെ ഇതിനൊരു പ്രേരണയുണ്ട്. അത് നമ്മൾ മറക്കരുത്. അതെന്താണ്? ഞാൻ എന്നുള്ള ആ ഭാവം, ആത്മാവ്, അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രേരണ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ എൻ്റെ ശരീരത്തിനെ വിട്ടാൽ, ആത്മാവ് ശരീരത്തിനെ ഉപേക്ഷിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം. ഈ വികാസക്രമമുണ്ടോ? പിന്നെ ഈ ശരീരത്തിന് ഈ വികാസക്രമങ്ങളൊന്നും ഇല്ല. അതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടിക്കും ഇത് തന്നെയാണ് നിമിത്തം. എന്താണ്? ആ ഭഗവാൻ അന്തര്യാമിയായിട്ട് പരമാത്മസ്വരൂപം അതിൽ തന്നെ ഓരോന്നിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പരമാത്മസ്വരൂപം ഓരോന്നിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിൽ, നമ്മളെ അസ്മൃതാദി ശരീരങ്ങളിലും അതുണ്ട്. ആ ശരീരത്തിന്റെ വികാസത്തിന്റെ കാരണം ആ പരമാത്മാവ് ജീവാത്മസ്വരൂപമായിട്ട് നമ്മളിലെല്ലാം ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാവുന്നത്. അങ്ങനെ അത് ആദ്യം എന്തുണ്ടായി? പ്രളയകാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പഞ്ചഭൂതങ്ങളും പിന്നെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളായിരിക്കുന്ന തന്മാത്രകളും പിന്നെ അന്ധക്കരണങ്ങളും അഹങ്കാരവും എല്ലാം ചേർന്ന് ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ അങ്ങയിൽ വിലയം പ്രാപിച്ചു. ആ അങ്ങയിൽ നിന്ന് തന്നെ, അങ്ങയുടെ കടാക്ഷമാകുന്ന ഈക്ഷണത്തെ കൊണ്ട്, ആ പ്രേരണയാൽ സ്വയം അതിൽ നിന്ന് തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ എങ്ങനെയാണോ അതിലേക്ക് തിരിച്ചു പോയത് അതേപോലെ തന്നെ സൃഷ്ടി അതിൽ നിന്ന് വികസിച്ച് വരികയാണ്. ആ വികാസക്രമമാണ് സാഖ്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എങ്ങനെ വികസിച്ച് വന്നു, എങ്ങനെയാണ് മനുഷ്യനായിട്ട് പരിണമിച്ചത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എടുത്ത് പറയണ്ടായി കഴിഞ്ഞ ദിവസം, ഓർമ്മിക്കുന്നുണ്ടല്ലോ? അതെ. ആ പരിണാമ സിദ്ധാന്തം എങ്ങനെ വന്നു? ഈ അവ്യക്തത്തിൽ നിന്ന്, അതായത് മായയിൽ നിന്ന്, അതായത് ഇവിടെ മൂലപ്രകൃതിയിൽ നിന്ന് ആദ്യം എന്തുണ്ടായി? മഹത്തത്വം ഉണ്ടായി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആദ്യം ഉണ്ടായത് എന്താണ്? മഹത്തത്വം. ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി എന്നാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നത്. മഹത്തത്വത്തിൽ നിന്ന് എന്തുണ്ടായി? അഹം എന്നുള്ള ബോധം. ആ അഹങ്കാരം ആണ് ആദ്യം മഹത്തത്വത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ക്രമത്തിലാണ് ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ കാണുന്ന വിശ്വം ഉണ്ടായത്. ഈ സാഖ്യത്തില് രണ്ടുണ്ട് എപ്പോഴും. വേദാന്തം പോലെയല്ല, ശുദ്ധാദ്വൈതം പോലെയല്ല. രണ്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയും പുരുഷനും രണ്ടുണ്ട്. അപ്പൊ ഈ മായ നശിക്കണു എന്നല്ല അവിടെ പറഞ്ഞതേ. ഈ കാണുന്ന വിശ്വം മുഴുവൻ അങ്ങയിലേക്ക് വലിഞ്ഞു പോയി എന്നാണ്. അബ്സോർപ്ഷൻ, അങ്ങയിലേക്ക് വലിഞ്ഞു പോയി, അതിൽ നിന്ന് തന്നെ വീണ്ടും ഉണ്ടായി. അപ്പൊ എവിടെയും നശിച്ചു എന്ന് പറയുന്നില്ല. അതാണ് വിലയം പ്രാപിച്ചു എന്നേ പറയുന്നുള്ളൂ. വിലയം പ്രാപിച്ചു, ഇതിന്റെ അർത്ഥം എന്താ? അതിന്റെ മൂലം അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതൊന്നും വീണ്ടും ഉണ്ടാവില്ലല്ലോ.
ഗഗനാരവിന്ദം സുരഭി എന്ന് പറഞ്ഞ പോലെ അല്ല എന്നാ പറയുന്നത്, അല്ലേ? ആകാശകുസുമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൽ കുസുമുണ്ട്, നല്ല സൗരഭ്യമുള്ളതാണ് ആകാശത്തിലെ കുസുമം. ആകാശത്തിലെ കുസുമം സുരഭിയാണ്. ഗഗനാരവിന്ദം സുരഭി. ആകാശകുസുമം നല്ല വാസനയുള്ളതാണെന്ന്. ആകാശത്തിലെ കുസുമല്ല. ശശവിഷാണം പോലെ, മുയലിന്റെ കൊമ്പ്, ഇതൊക്കെ പദങ്ങൾ മാത്രമാണ്, പക്ഷെ വസ്തു ഇല്ല. അതുപോലെ ഇല്ലാതെ ആവുന്നതല്ല ഈ പ്രപഞ്ചം. ആകാശകുസുമം പോലെയല്ല പ്രപഞ്ചം. അങ്ങനെയാണ് വെച്ചാൽ അതിന് വീണ്ടും സൃഷ്ടി ഉണ്ടാവില്ല. ഉള്ളതിൽ നിന്നേ ഉണ്ടാവുള്ളൂ, ഇല്ലാത്തതിനൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കണം. അപ്പൊ ദ്വൈതമാണ് അവിടെ കിടക്കുന്നത്. എന്താണ്? മായയുണ്ട്, ബ്രഹ്മമുണ്ട്, ഈ കാണുന്ന പ്രപഞ്ചമുണ്ട്, ഈശ്വരനുമുണ്ട്, പുരുഷനുമുണ്ട്, പ്രകൃതിയും. പ്രകൃതി പുരുഷൻ എന്നാണ് സാഖ്യം ഉപയോഗിക്കുന്ന വാക്ക്. പ്രകൃതി പുരുഷൻ. ഈ മായയ്ക്ക് സാഖ്യത്തിൽ പറയുന്ന പേരാണ് പ്രകൃതി. മായ എന്നുള്ളത് ഉപയോഗിക്കുന്നത് വേദാന്തികളാണ്, സംഭവം തന്നെയാണ്. ബ്രഹ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് വേദാന്തിയാണ്. പുരുഷൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് സാഖ്യമാണ്. എന്താ ഈ പുരുഷൻ എന്ന് പറയാൻ കാരണം? പുരത്തിൽ ശയിക്കുന്നത് എന്നാണ് പുരുഷനെ. പുരെന്ന് വെച്ചാൽ വീട് അല്ലെങ്കിൽ ശരീരം. നമ്മൾ പുരുഷൻ എന്ന് പറയാൻ എന്താ കാരണം? പുരത്തിൽ ശയിക്കുന്ന ആത്മാവ്, ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിന് പറയുന്ന പേരാണ് പുരുഷൻ. അപ്പൊ അന്തര്യാമിയാണ് പുരുഷൻ എന്നാണ്. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യാവസ്ഥ ഉണ്ടല്ലോ, അസ്തിത്വം, അതാണ് ഈ പുരുഷൻ എന്നുള്ള പദം കൊണ്ട്. അത് രണ്ടുണ്ടാവുമ്പോഴേ പറ്റുള്ളൂ. ഒന്ന് മാത്രമാകുമ്പോ പുരുഷൻ എന്നുള്ള പദമേ ഇല്ല. എന്തിന്റെ പുരത്തിൽ? ഏത് പുരത്തിൽ? പുരയില്ലല്ലോ പിന്നെ. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ വേദാന്ത, ശുദ്ധ വേദാന്തം അല്ല നമ്മുടെ പുരാണങ്ങള്. പുരാണങ്ങള് സാഖ്യാടിസ്ഥാനത്തിലാണ്. ഒരുവിധം പുരാണങ്ങൾ മുഴുവൻ ദ്വൈതത്തിനെയാണ് പറയുന്നത്. മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തം. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഉപാസനയ്ക്ക് എന്ത് വേണം? സഗുണമാവണം. രണ്ട് വേണം. ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ രൂപം എന്താ? നിർഗുണമായിരിക്കുന്ന രൂപം. ഉപാസിക്കൂ, ഒന്ന് ധ്യാനിക്കൂ എന്നിട്ട് നിർഗുണത്തിന്. സശംഖചക്രം, അപ്പൊ ധ്യാനിക്കാൻ പറ്റൂ അല്ലേ? സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. ധ്യാനിക്കാൻ പറ്റില്ലേ? പറ്റും. ന ഭൂമിർനതോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വൽസുഷുപ്തൈക സിദ്ധ തദേകോവശിഷ്ട ശിവക്കേവലോഹം. നിർഗുണമായിരിക്കുന്ന കേവല ശിവനുമാണ് ഞാൻ. ഉപാസിക്കൂ. എവിടെ? പറ്റില്ല. ഇതാണ് അതിന്റെ മാറ്റം. അപ്പോ എന്ത് വേണം? ദ്വൈതം വേണം. അപ്പൊ സഗുണമാണ് ഉപാസന. ഭക്തിയാണ് പുരാണത്തിൽ പ്രധാനം. പുരാണം വായിച്ചേ ഭക്തി ഉണ്ടാവൂ. ഉപനിഷത്തും വേദാന്ത ജ്ഞാനത്തിനുണ്ടാക്കുന്നതാണ്. ഭക്തി വേണോ? അതുകൊണ്ടല്ലേ ഭാഗവതം എഴുതി തന്നെ വേദവ്യാസൻ. എന്ത് വേണ്ടി എഴുതിയത്? ഭക്തി മതിയായില്ല എന്നാണ്. മഹാഭാരതം മുഴുവൻ നിർമ്മിച്ചിട്ട് എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും നിർമ്മിച്ച് പിന്നെയും ഭക്തി മതിയാവില്ല, ഭഗവാനെ പ്രശംസിച്ചത് പോരാ, ആ ഭക്തിക്കുള്ള ശക്തി മതിയായില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നാരദനാൽ പ്രേരിതനായിട്ട് മഹാഭാഗവതം എഴുതുന്നത് അല്ലേ? അപ്പോ ഭക്തി വേണമെങ്കിൽ സഗുണത്തിൽ കൂടെയാണ് ഉപാസന. സഗുണത്തിൽ കൂടെ എത്തുന്നതാണ് നിർഗുണം. അവിടെ ഉപാസനയേക്കാൾ അധികം നിർഗുണത്തിൽ എന്താണ്? അറിവാണ്, ജ്ഞാനാണ്, ചേരലാണ് നിർഗുണത്തിൽ. സഗുണത്തിൽ രണ്ടാണല്ലോ. ഞാനും ഭഗവാനും പീതാംബരനും ഞാനും വേറെ തന്നെയാണെന്നാണ് അല്ലേ? ഞാൻ ഈശ്വരനെ ഭജിക്കുകയാണ്, ഈശ്വരൻ എന്നിൽ നിന്ന് അന്യത്താണ്. ആ തോന്നലോട് കൂടിയാണ് ആദ്യം എന്നെ സമീപിക്കുന്നത്. പക്ഷെ പിന്നെ പടിപടിയായിട്ട് എത്തുന്നതാണ്. തത്രാസോ ത്രിഗുണാത്മകോപി മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധഃ മഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുളം വിഷ്ണോ ഭവൽ പ്രേരണൽ. തത്രാസൗ ത്രിഗുണാത്മകോപി മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക. അങ്ങനെ അഹന്തത്വം, മഹത്തത്വത്തിൽ നിന്ന് അഹംതത്വം ഉണ്ടാവുകയാണ്. എന്താ ഈ മഹത്തത്വം? മഹത് എന്ന് പറഞ്ഞാൽ എന്തോ?
മഹത്തായിരിക്കുന്ന എന്ത്? ബുദ്ധി, ബോധമാണത്. ബോധം എന്ന് പറഞ്ഞാൽ ബോധിക്കുന്നില്ല അല്ലെ നമുക്ക്? യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, ഈ പ്രപഞ്ചത്തിന് മുഴുവനായിരിക്കുന്ന ഒരു ബോധം, ഒരു കോൺഷ്യസ്നസ് പറയാറില്ലേ നമ്മൾ, അതാണ് ഈ മഹത്തത്വം. അപ്പൊ ആ മഹത്തത്വത്തിൽ നിന്ന് എന്തുണ്ടാവണു? അഹങ്കാരം ഉണ്ടാവണം. അഹങ്കാരത്തെ നമ്മൾ വിചാരിക്കുന്ന അഹങ്കാരമല്ല അത്. എന്താ അവൻ അഹങ്കാരി എന്ന് ആ അർത്ഥത്തിലുള്ള അഹങ്കാരമല്ല ഇവിടെ. ഇവിടെയുള്ള അഹങ്കാരത്തിന് എന്താ താല്പര്യം? അഹം എന്നുള്ളത് ബോധമാണ്. അഹങ്കാരം, ഞാൻ എന്നുള്ള ഒരു അറിവില്ല നമുക്ക്. അതുണ്ടോ? ഞാൻ എന്നുള്ളൊരു അറിവില്ല. ഞാൻ ഉണ്ട് എന്നുള്ളത് ശരി, പക്ഷെ ആ ഞാൻ എന്നുള്ളതിനെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടല്ലോ, ഒരു കോൺഷ്യസ്നസ്, ഒരു ബോധം. അതാണ് അഹങ്കാരം. അഹം എന്നുള്ള ആ തോന്നൽ അതെങ്ങനെയാണ്? രണ്ട് തരത്തിലുണ്ടാകും തോന്നൽ. ഒന്ന് ഞാൻ എന്നുള്ള തോന്നൽ, മറ്റത് ഞാൻ ആരാണ് എന്നുള്ള തോന്നൽ. മനസ്സിലായില്ല? ഞാൻ എന്നുള്ളൊരു തോന്നൽ അവിടെ ഒന്നുമില്ല. ഞാൻ ആരാണ്, എന്താണ് ഞാൻ? ആരാണ്? അഹം പണ്ഡിത, ഞാൻ പണ്ഡിതനാണ്, ഞാൻ വിദ്വാനാണ്. അപ്പൊ എനിക്ക് എന്ത് കൽപ്പിച്ചു? ഗുണം കൽപ്പിച്ചു അല്ലേ? ഞാൻ ആരാണ്? ഞാൻ പണ്ഡിതനാണ്. ഞാൻ ആരാണ്? ഞാൻ അധ്യാപകനാണ്. ഞാൻ ആരാണ്? ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്. ഇങ്ങനെയുള്ള ആ ഗുണങ്ങൾ ഞാനിൽ കൽപ്പിക്കുമ്പോൾ എന്തായി? ആ അഹങ്കാരം എന്ത് അഹങ്കാരം എന്ന് പറയും? സവികൽപ്പകം എന്ന് പറയും. കൽപ്പിക്കുകയാണ്. ഞാൻ ഇന്ന പോലെയാണ് എന്ന് ഗുണങ്ങളോടുകൂടി എന്നെ കൽപ്പിക്കുമ്പോൾ അത് സവികൽപ്പകം. സപ്രകാരം ജ്ഞാനം സവികൽപ്പകം. ഞാൻ പണ്ഡിതനാണ്, ഞാൻ മാനിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഇങ്ങനെയുള്ള ഞാൻ, അത് സവികൽപ്പകം. നിർവികൽപ്പകം, അവിടെ ഒന്നുമില്ല. നിഷ്പ്രകാരം ഞാൻ മാത്രമായിട്ടിരിക്കുക. ഞാൻ എന്താന്നുള്ള ഗുണങ്ങളില്ല, അതിൽ ഒരു കൽപ്പനയില്ല ഞാനുള്ളതിന്. അങ്ങനെ ഇരിക്കുന്നത്. കണ്ണാടി എന്ന് പറയുന്നതും കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുന്നതും വ്യത്യാസമില്ലേ? കണ്ണാടി മാത്രമാണ്. അതെന്താണ്? അത് കണ്ണാടിയാണ്. കണ്ണാടി എങ്ങനെയാണ് നമ്മൾ ദർശിക്കുന്നത്? കണ്ണാടിയിലെ ഒരു രൂപത്തെ ദർശിക്കുക. ആ രൂപത്തോട് കൂടിയതാണ് കണ്ണാടി. അവിടെ എന്തായി? സവികൽപ്പകാണി. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മൈമായയാ ബഹിർഭൂതം യഥാ നിദ്രയാ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം അല്ലേ? ഒരു ദർപ്പണത്തിൽ, ഒരു കണ്ണാടിയിൽ ഒരു വിശ്വത്തിനെ മുഴുവൻ നമുക്ക് പ്രതിബിംബിപ്പിക്കാം. എന്ത് വേണച്ചാലും പ്രതിബിംബിക്കും. അങ്ങനെയാണല്ലോ. എന്നാൽ അതൊന്നുമല്ല കണ്ണാടി. ഇപ്പൊ മായ അതുപോലെ മനസ്സിൽ എന്ത് വേണച്ചാൽ നമുക്ക് ചിന്തിക്കാം അല്ലേ? ആ മനസ്സും ആ ചിന്തയും കൂടി എന്താ ബന്ധം? ആ സമയത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. ചിന്ത പോയാലും മനസ്സെവിടെ കിടക്കുന്നുണ്ട്? അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആ മനസ്സ് വല്ലതും ബാധിച്ചോ? അത് മനസ്സായിട്ട് തന്നെ ഇരിക്കുന്നു. ചിന്ത വന്നു പോകുന്നു. അതുപോലെയാണ് ഈ അഹന്തത്വം. ഞാൻ എന്നുള്ളത് കണ്ണാടി പോലെയും. ആ ഞാനിന് വിശേഷണങ്ങൾ കൽപ്പിക്കുമ്പോൾ ഞാൻ പണ്ഡിതനാണ്, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ വെളുത്തവനാണ്, ഞാൻ കറുത്തവനാണ്, ഞാൻ ഉയരമുള്ളവനാണ്, ഇങ്ങനെ എന്നെ കൽപ്പിക്കുമ്പോൾ എന്തായത്? കണ്ണാടിയിലെ പ്രതിബിംബം പോലെ. അപ്പൊ രണ്ട് തരത്തിൽ അഹന്തത്വം സൃഷ്ടി. എത്ര സൂക്ഷ്മമായിട്ടാണ് കപിലാചാര്യൻ അതിനെ പറയുന്നതെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ഈ അഹന്തത്വം ആലോചിച്ചിട്ടുണ്ടോ? ബുദ്ധിയെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ ആത്മാവിനെ കുറിച്ച്, ഞാൻ ആത്മാവാണെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും ആലോചിച്ചിട്ടില്ല. ശരീരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ശരീരത്തെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒന്നുമില്ലെങ്കിൽ ദിനചര്യയെങ്കിലും ഉണ്ടാവും അല്ലേ ജീവിതത്തില്? എന്നുവെച്ചാൽ ഈ ശരീരത്തിനെ നിലനിർത്താനുള്ള, അതിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ വേണ്ടി ഒരു ദിനചര്യയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. രാവിലെ ഒന്ന് എണീറ്റ് കുളിക്കുക, എന്നാൽ കുറച്ച് നാമം ചെല്ലുക, കുറച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, വേണ്ട സമയത്ത് കിടന്നുറങ്ങുക. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? മനസ്സിനെ വ്രണപ്പെടുത്തുന്ന ബാഹ്യമായിട്ടുള്ള ചിന്തകൾ,
ശാശ്വതമല്ലാതിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, വെറുതെ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കാൻ, നടക്കുന്നതോ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നതാണ് അല്ലേ? ഒന്നും വേണ്ട, അവനവൻ്റെ ശരീരത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബലവത്തായാൽ, അത് ആരോഗ്യവത്തായാൽ തന്നെ മനസ്സിനും ബുദ്ധിക്കുമെല്ലാം ആരോഗ്യം കിട്ടും. ബലഹീനതയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളെ കൊണ്ട്. മനസ്സിൻ്റെ ബലഹീനത, രാഗം, ദ്വേഷം, ദുഃഖം, ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ലാണ്ട് നന്മ ഉണ്ടാവുന്നില്ല. അധികം അങ്ങനെയാണ്, ശരിയല്ലേ? നല്ല ചിന്തകൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവാക്കും. നിങ്ങൾ എന്തൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് ദുഃഖിക്കുന്നുണ്ട്, ആ സമയത്ത് അതിനെ മാറ്റിക്കളഞ്ഞ് അതേ സമയം നല്ല ചിന്തയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിനൊരു പ്രേരണ ഉണ്ടാവുന്നില്ല അല്ലേ? ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിനെ പ്രേരിപ്പിച്ച പോലെ നമ്മളുടെ മനസ്സിനെ ഒന്നങ്ങനെ ഭഗവാൻ പ്രേരിപ്പിക്കണ്ടേ? അതിനെന്ത് വേണം? ഭഗവാനോട് തന്നെ അപേക്ഷിക്കണം. വേറൊരാളോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ആ മനസ്സിനെ ഭഗവാൻ തന്നെ പ്രേരിപ്പിക്കണം നല്ല ചിന്തകളിലേക്ക്. അങ്ങനെയാണല്ലോ. അതാണല്ലോ ഓരോ അധ്യായത്തിലും നാരായണഭട്ടൻ പറയുന്നത്. എൻ്റെ മനസ്സിനെ അതിന് പ്രേരിപ്പിക്കൂ എന്നാണ് നാരായണഭട്ടൻ പറയുന്നത് അല്ലേ? എനിക്കങ്ങനെ തോന്നാറാവട്ടെ, അങ്ങനെ വിഗ്രഹം എനിക്ക് കാണാറാവട്ടെ, എൻ്റെ രോഗത്തെ മാറ്റിത്തരട്ടെ എന്നായിട്ട് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വെറും പ്രാർത്ഥനയല്ല, മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതായ പുണ്യാഹമാണത്. നമ്മളിത് കേൾക്കുമ്പോൾ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ചിന്തയിലേക്ക് ഈ കേൾക്കുന്നതൊന്നും കയറുന്നില്ല. ഈ കേൾക്കുന്നതിനെ കൊണ്ടും മനസ്സിലാക്കുന്നതിനെ കൊണ്ടും ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കുന്നില്ല. മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളില്ല. ഉണ്ടോ? ഇല്ല. പുറത്തേക്ക് കിടന്ന ചിന്ത എന്തായി? വിഷയങ്ങളിലായി, കുട്ടികളെ കുറിച്ചായി, കുടുംബത്തെക്കുറിച്ചായി, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയായി. അത് നടക്കാതിരിക്കുമ്പോൾ വരുന്ന ദുഃഖമായി. ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് മാറുക എന്നുള്ളതല്ലാതെ മനസ്സിനെ ബലപ്പെടുത്തുന്നൊരു സംഭവം ഇല്ല. ചിന്ത തന്നെയാണ് മനസ്സിനെ വ്രണപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും രണ്ടും. ഭൗതിക ചിന്തകളിൽ പെട്ടാൽ കറങ്ങും, മനസ്സ് ഭ്രമിക്കും. ആധ്യാത്മിക ചിന്തകളിലായാലോ മനസ്സ് ഉറയ്ക്കും. മനസ്സ് ഭ്രമിക്കണോ, മനസ്സ് ഉറയ്ക്കണോ? മനസ്സുറയ്ക്കണം. മനസ്സുറയ്ക്കണമെങ്കിൽ ആധ്യാത്മിക ചിന്ത വേണം. ഭൗതിക ചിന്തയാകുമ്പോൾ മനസ്സ് ഭ്രമിക്കും. അപ്പൊ ആധ്യാത്മിക ചിന്തകളെ കൊണ്ട് ഉറച്ചൊരു മനസ്സുകൊണ്ട് വേണം ഭൗതികത്തിൽ നമ്മൾ ചിന്തിക്കാൻ. ആധ്യാത്മികത്തിൽ ഉറച്ചിരിക്കുന്നതായ മനസ്സിനെ കൊണ്ട് ഭൗതികത്തിൽ പ്രവർത്തിയെടുക്കുമ്പോൾ ആ മനസ്സ് ക്ഷീണിക്കില്ല. നമുക്ക് ക്ഷീണം വരുന്നത്, ശരീരം കൊണ്ട് തന്നെ ക്ഷീണം വരുന്നതിൻ്റെ പ്രധാന കാരണം മനസ്സിൻ്റെ ക്ഷീണം തന്നെയാണ്. മനസ്സ് ക്ഷീണമാണ്. നമ്മളൊരു 50-60 കൊല്ലൊരു മനസ്സിനെ ഉപയോഗിച്ച് ഉപയോഗിക്കുക എന്നല്ലാണ്ട് അതിനെ പോഷിപ്പിക്കുന്നില്ല. ആഹാരം കഴിച്ച് ദേഹത്തിനെ പോഷിപ്പിക്കുന്നതായി നമ്മൾ മനസ്സിനെയും കൂടി പോഷിപ്പിക്കണം. ആഹാരം എന്തിനാ കഴിക്കണം? ദേഹത്തിനെ പോഷിപ്പിക്കാൻ, അതിന് ബലം കിട്ടാൻ, അതിന് ഊർജം ലഭിക്കാൻ വേണ്ടി. മനസ്സിന് ഊർജം ലഭിക്കുന്ന കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? ബുദ്ധിക്ക് ഊർജം ലഭിക്കുന്ന കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ധ്യാനിക്കുന്നുണ്ടോ? ജപിക്കുന്നുണ്ടോ? സത്സംഗുണ്ടോ? ഭാഗവതം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. പ്രഭാഷണം കേൾക്കാൻ ആൾ വരില്ല. ആൾക്കാരുടെ വിചാരം എന്താ അറിയോ? നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് കേട്ടാൽ പുണ്യാണ്. ഭാഗവതത്തിൻ്റെ അവിടെ പോയിരിക്കാം, നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പോയിരിക്കും, എന്നിട്ട് വെറുതെ ഇരുന്ന് അവിടെ ഇരുന്നോളും. ശരിയല്ലേ? ചെയ്യണ്ടെന്നല്ല പറഞ്ഞ, വേണം, അതേ ഉള്ളൂ എന്നാ വിചാരം. അത് കേട്ടാൽ ശരിയായി, ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പുണ്യായി. പുണ്യാണ് അല്ലാന്നല്ല പറയുന്നത്, മറ്റേത് ഭക്തിയല്ല എന്നാണ്. ഒരു പ്രഭാഷണം കേൾക്കുന്നതും ഭക്തിയല്ലല്ലോ. ഇത് പ്രഭാഷണമല്ലേ, ഭക്തിയിലേക്ക് നമ്മൾ പോവുള്ളൂ. ഭക്തി പറഞ്ഞാൽ പോയി ഭാഗവതം കേട്ടു, ഭക്തിയാണ്. അങ്ങനെയല്ല, ഇതെല്ലാം ഭക്തി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭാഗവതം തന്നെയാണിത്. ഇതും ഭാഗവതാണ്. ഭാഗവതത്തിന്റെ ചുരുക്കമാണ് നാരായണീയം. നാരായണീയം മനസ്സിലാക്കിയ ഒരാൾക്ക് ഭാഗവതം എളുപ്പാ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഭാഗവതം വായിച്ച ഒരു അന്തം കിട്ടില്ല. എവിടുന്ന് തുടങ്ങി എവിടേക്കാ പോകണമെന്നൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ ഒരു രൂപം തിന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ അഹന്തത്വത്തിനെ പറ്റിയാ പറഞ്ഞത്. അഹങ്കാരം ഉണ്ടായി
ഇപ്പം നമ്മൾ ഗർഭത്തിൽ തന്നെ നോക്കിയാൽ അങ്ങനെയാണ്. ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആദ്യം ഗർഭാധാന ശേഷം അതിലുണ്ടാവുന്ന ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. എന്താണ് ആ കുട്ടിക്ക് ആദ്യം ഉണ്ടാവുന്നത്? കുട്ടി ആവുന്നതിന് മുമ്പ് തന്നെ അത് കലനമായിട്ടുള്ള ഒരവസ്ഥയിൽ, അതായത് ജലീയമായിട്ടുള്ള ഒരു ജെല്ല് പോലെ ഇരിക്കും അത്രേ ഗർഭേ കട്ടിയാവുന്നതിന് മുമ്പ്. ആ ഇരിക്കുന്ന അവസ്ഥയിൽ അതിലുള്ളൊരു സംഭവം എന്താണെന്നറിയോ? ആദ്യം മഹത്തുണ്ടാവുന്നു, ഒരു ബോധം, ബുദ്ധി. പിന്നുണ്ടാവുന്നത് ഞാൻ. ആ ഞാൻ സവികൽപകമാണോ നിർവികൽപകമാണോ? ആ ഞാൻ ഗുണത്തോടു കൂടിയതാണോ ഗുണങ്ങളില്ലാത്തതാണോ? നിർവികൽപകമാണ്, ഗുണങ്ങളില്ലാത്തതാണ് എന്നാ പറയുന്നത്. നിർവികൽപ്പമായിരിക്കുന്ന. പിന്നെ അത് വളർന്നു വരുന്നു, അതിൻ്റെ ബുദ്ധി സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ്, വിഷയങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ്, ഇന്ദ്രിയ പ്രവൃത്തി തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സവികൽപകം വരും. അപ്പം ആദ്യം ഏതുണ്ടായത്? നിർവികൽപകം ഉണ്ടായോ സവികൽപകം ഉണ്ടായോ? നിർവികൽപകം. തത്വാസോ ത്രിഗുണാത്മകോപിജ മഹാൻ സത്വപ്രധാന സ്വയം. ആ മഹത്തത്വം ത്രിഗുണാത്മകമാണ് എങ്കിൽ കൂടി സത്വപ്രധാന സ്വയം ജീവേസ്മിൻ നിർവികൽപമഹം ഇത്യുത്ബോധ നിഷ്പാദക. എന്തുണ്ടായി ആദ്യം മഹത്തത്വത്തിൽ നിന്ന്? ആ മഹത്തത്വം ത്രിഗുണാത്മകമാണ്, പ്രകൃതിയെ ത്രിഗുണാത്മകമാണ് ആണല്ലോ. എൻ്റെ പ്രകൃതി ത്രിഗുണാത്മകമാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു. എൻ്റെ പ്രകൃതി എന്താണ്? ത്രിഗുണാത്മകമാണ്. ആ ത്രിഗുണങ്ങൾ എങ്ങനെ കിടക്കുന്നു ഇവിടെ മഹത്തത്വം വരെ? ആ ത്രിഗുണങ്ങൾ പ്രവർത്തിക്കാണ്ട് ലയിച്ച് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ അഹങ്കാരത്തിൻ്റെ അവിടെ വരുമ്പോഴാണ് ഈ പ്രകൃതി ത്രിഗുണങ്ങൾ എന്തായി പതുക്കെ സടെ ഉടഞ്ഞ് എണീക്കാൻ തുടങ്ങുന്നത് എന്നർത്ഥം. അപ്പൊ ആദ്യം ഏതാണ് പ്രവർത്തിക്കുന്നതിൽ? സത്വപ്രധാന. ആ മഹത്തത്വത്തിലെ സത്വാംശം പ്രധാനമായിട്ട് ത്രിഗുണങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ്. 3 ഗുണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സത്വം പ്രധാനമായിട്ട് ഉത്ബലമായിട്ട് ശക്തിമത്തായിട്ട് വന്നിട്ട് ജീവേസ്മിൻ നിർവികൽപമഹമിത്യുത്ബോധ നിഷ്പാദക. ഈ ജീവനിൽ എന്തുണ്ടായി? നിർവികൽപമഹം, ഞാൻ, വികല്പമില്ലാത്തതായിരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം ആദ്യം ഉണ്ടായി. ഇപ്പോഴാണ് നമുക്ക് ബോധോദിക്കാൻ തുടങ്ങിയത്. ബുദ്ധി മുതൽക്കാണ് ശരിക്കും പ്രവർത്തനം തുടങ്ങുന്നത്. മറ്റേത് ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ്. ഈ ഉണരുമ്പോഴും അതല്ലോ, നമുക്ക് ആദ്യം ഒന്ന് നമ്മളിപ്പോൾ സാധാരണ ഉറങ്ങിക്കിടന്നാൽ എണീക്കലെങ്ങനെ പെട്ടെന്നൊരു ഉണരലല്ല അത്, അല്ലേ? ആ ഉറക്കത്തിൽ നിന്ന് ഒരു ബോധത്തിലേക്ക് വന്ന്, ആ ബോധത്തിനൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന്, അവിടെ നിന്നാണ് നമ്മൾ ബോധവാനാവുന്നത്, കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നത്. അതിൽ ക്രമമുണ്ടല്ലോ. ഉണർന്ന് പിന്നെയാണ് അതിനെക്കുറിച്ച്. അപ്പം ആദ്യം ഉണ്ടാകുന്ന ആ ഒരു മയക്കത്തുനിന്ന് വിടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതുപോലെ ആദ്യം ഒന്നിങ്ങനെ ഒരു ഉണരലാണ് സത്വപ്രധാനമായിട്ട്. അവിടെ നിർവികൽപമഹം ഇത്യുത്ബോധ നിഷ്പാദക എന്നുള്ളതിനെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. ഉത്ബോധനം, അതിൻ്റെ ബോധം. ചക്രേസ്മിൻ സവികൽപബോധമഹം തത്വം മഹാൻ ഖല്ലസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുളം വിഷ്ണു. ഭവൽ പ്രേരണാൽ, അല്ലയോ വിഷ്ണു, ഭവൽ പ്രേരണാൽ, അങ്ങയുടെ പ്രേരണ ഹേതുവായിട്ട് എന്തുണ്ടാവണു? പിന്നെ സവികൽപം ഉണ്ടാവണം. ഞാൻ എന്നുണ്ടായി. ആ ഞാൻ ആരാണ് എന്നുള്ള ചിന്ത വന്നു. ആ ചിന്ത വന്നപ്പോൾ ഞാൻ മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധം ഉണ്ടാവണം, അല്ലേ? ഞാൻ മറ്റിൽ നിന്ന് അന്യത്താണ്, ഞാൻ വേറെയാണ്, എൻ്റെ ഐഡന്റിറ്റി, ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധം സ്വയം സൃഷ്ടിക്കാൻ തുടങ്ങി. ബുദ്ധിയുടെയും സവികൽപ്പമായിരിക്കുന്ന അഹങ്കാരത്തിൻ്റെയും കൂടിച്ചേർന്നുള്ളൊരു പ്രവർത്തനത്തിൽ നിന്ന് എന്തായി? സവികൽപ്പമായിരിക്കുന്ന ഒരു ബോധം ഉണ്ടാവാൻ തുടങ്ങി. ആ സവികൽപ്പ ബോധം എന്തിൻ്റെയാണ്? സത്വത്തിൻ്റെ ആണോ രജസിൻ്റെ ആണോ തമസിൻ്റെ ആണോ? തമോതി ബഹുളം. ആദ്യം സത്വത്തിൻ്റെ ബാഹുല്യത്തിൽ നിർവികൽപ്പമായിരിക്കുന്ന ഞാൻ, അത് കഴിഞ്ഞ് സവികൽപ്പത്തിലേക്കുള്ളൊരു പ്രയാണമാണ്. കുറേശ്ശെ ആ
വ്യക്തിഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് തമസ്സിന്റെ ആധിക്യത്തിൽ എന്തുണ്ടായി? സവികല്പമായിരിക്കുന്ന ഞാൻ, അഹം. അഹം എന്താണ് നമുക്ക് നശിക്കേണ്ടത് ആത്മീയത്തിന്? അഹം. അഹം മുഴുവൻ വേണോ? മുഴുവൻ അഹം നശിച്ച പിന്നെ ബോധമല്ലേ ഉണ്ടാവില്ലേ? സവികൽപ്പകമഹം. നിർവികൽപ്പമായിരിക്കുന്ന അഹം അവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ സമാധി ഉണ്ടാവില്ല. സവികൽപ്പമായിരിക്കുന്ന അഹമാണ് പോകേണ്ടത്. ആ സവികൽപ്പം തന്നെ തമസ് കൂടി 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 കൂടിയിട്ട് എന്താവണു? ഈ ഞാൻ എന്നുള്ളതുണ്ടല്ലോ, ഞാൻ മാത്രമാവുക ലോകത്തെ. എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്, ഒക്കെ ഞാനാണ്, എനിക്ക് കിട്ടണം, എനിക്ക് വേണം, എനിക്ക് 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 എന്നുള്ളങ്ങനെ അതിങ്ങനെ രൂഢമൂലമായി തീരുകയാണ്. എപ്പോ? തമോതി ബഹുളാൽ, തമസ്സിന്റെ ആധിക്യത്തിൽ. അപ്പൊ നമ്മൾ തമസ്സിനെയാണ് വളർത്തുന്നത്. ലോകം നമുക്ക് തമസ്സിനെയാണ് കാണിച്ചു തരുന്നതേ. പിന്നെ അതല്ലേ വളരുള്ളൂ. ലോകം എന്തിനാ കാണിച്ചു തരുന്നത്? പഞ്ചഭൂതങ്ങളെ, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതല്ലാണ്ട് ലോകത്ത് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുക കേൾക്കുകയും ചെയ്യുന്നത് എന്താണ്? ഈ അഞ്ചെണ്ണം തന്നെ. അപ്പൊ എന്തിനെയാണ് വളർത്തുന്നത്? മനസ്സില്, തമസ്സിന്. ഇതൊന്ന് മനസ്സിനെ എടുക്കൂ എന്നാ പറയുന്നത്. കൂർമാങ്ക അനീവ സർവശ, ആമതിന്റെ അംഗങ്ങളെ ഉള്ളിലേക്ക് വലിയുന്നത് പോലെ അവനവനെ നോക്കൂ. മനസ്സിന് പുറമേക്ക് നോക്കാൻ സാധിക്കും, ഉള്ളിലേക്ക് നോക്കാൻ സാധിക്കും. നമ്മളെല്ലാം പുറമേക്ക് നോക്കി തമസ്സിനെ കാണാണ്. ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് സത്വം ഉദിക്കുന്നത്. ഉള്ളിലേക്ക് നോക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്ന യോഗശാസ്ത്രങ്ങളെല്ലാം. അപ്പൊ എന്തുണ്ടാവണു? സവികൽപ്പബോധക മഹാന്തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം. അതിങ്ങനെ പുഷ്ടിപ്പെട്ടു. ഏത്? തമസ് വർദ്ധിച്ചിട്ട് സവികൽപ്പമായിരിക്കുന്ന അഹന്തത്വം ഇങ്ങനെ വളർന്ന് 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 പുഷ്ടിപ്പെടുകയാണ്. വിഷ്ണു ഇതെങ്ങനെ ഉണ്ടാവുന്നത്? കാര്യകാരണ സംബന്ധമായി തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ പ്രേരണ ഭവൽ പ്രേരണാൽ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ പ്രേരണ ഹേതുവായിട്ട്, അല്ലയോ വിഷ്ണു അങ്ങയുടെ പ്രേരണയായിട്ട്, അങ്ങ് ഇയാൾ പ്രേരിക്കപ്പെട്ടിട്ടാണ് ഇതുണ്ടാവുന്നത് എന്നർത്ഥം. തത്രാസോ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുത്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമോതി ബഹുളം വിഷ്ണു ഭവൽ പ്രേരണാൽ. ഇപ്പൊ നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നുണ്ടല്ലോ, അത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? അഹങ്കാരത്തിൽ നിന്നാണ്. നമ്മൾ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന അഹങ്കാരമല്ല, അഹം, ഞാൻ എന്നുള്ള ഒരു ഭാവം. ഇതാർക്കല്ലാത്തത്? നമ്മൾ അഹങ്കാരിയാണെന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് എങ്ങനെയാണ്? തമോതി ബഹുളമായിരിക്കുന്ന അഹങ്കാരമാണ് അയാൾക്ക് എന്നാണ് നമ്മൾ ഈ വ്യവഹരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ അഹങ്കാരത്തിന് 3 ഭാവമുണ്ട്: സത്വം, രജസ്, തമസ്. അതിൽ സത്വമാണ് നമുക്ക് ആവശ്യം. അഹങ്കാരം. അഹങ്കാരാൽ പരോരിപു, അഹങ്കാരത്തെ പോലൊരു ശത്രു മനുഷ്യന് വേറില്ല. അഹങ്കാരാൽ പരോരിപു നാസ്തി മായാസമപ്പാശോ. പാശം ചാലോ കയറ്. കയറെന്തിനാ? അതെന്തിനാന്നറിയില്ല അല്ലേ? കുറച്ച് പഴയ ആൾക്കാരോട് ചോദിക്കണം, എന്നാ പറയും വെള്ളം കോരാൻ, പശുവിനെ കെട്ടാൻ. ഇപ്പൊ കയറെന്തിനാ ചോദിച്ചാൽ അറിയില്ല. തൂങ്ങിച്ചാവാനേ അറിയുള്ളൂ. ഇത് വെള്ളം കോരലുമില്ല, പശുവിനെ കെട്ടലുമില്ലല്ലോ. പാശം, കയറെന്തിനു വേണ്ടിയിട്ടാ? ബന്ധിക്കാൻ. നമ്മൾ ഈ സംസാരത്തിൽ ബന്ധിച്ചു, സംസാരത്തിൽ തളച്ചിട്ടു. അതിന് കയറുണ്ട്, നമ്മൾ അറിയണില്ലേ? കയറ് കെട്ടിയതായിട്ട് കാണാനുണ്ടോ? കാണണം, കാണണം. നാസ്തി മായാസമപ്പാശോ, മായ പോലെ വേറൊരു പാശം ഇല്ല. മായയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മായയിൽ ബന്ധിതരാണ്. നാസ്തി യോഗാൽ പരം ബലം. അതിനെ പൊട്ടിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ബലം വേണം, അല്ലേ? ആ കയറിനെ പൊട്ടിക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? രജനീകാന്തനോ? ആർക്കേ പറ്റുള്ളൂ?
യോഗബലമാണ്. അതാണ് നമ്മൾ പൂർവ്വദശകത്തിൽ പഠിച്ചതേ. യോഗബലത്തെ കൊണ്ടാണ് അതിനെ പൊട്ടിക്കുന്നത്. നാസ്തി ജ്ഞാനാൽപരോ ബന്ധു. നമ്മുടെ ഏറ്റവും ബന്ധു ആരാണ്? ഭാര്യയാണോ, മക്കളാണോ, അച്ഛനാണോ, അമ്മയാണോ? നമ്മളെ ബന്ധു നമ്മൾ തന്നെയാ, നമ്മളെ അറിവ്. ഇതാണ് ഉണ്ടാക്കേണ്ടത്. ഇതുണ്ടായാലാണ് ജീവിതത്തിൽ നമുക്ക് ശരിയും തെറ്റും മനസ്സിലാവുള്ളൂ. ശരിയും തെറ്റും അറിഞ്ഞാലേ ശരിയായിട്ടുള്ള മാർഗത്തിൽ കൂടെ പ്രവർത്തിക്കാനും അതിൻ്റെ അനുഭവം ഉണ്ടാവുള്ളൂ. ശരിയും തെറ്റും അറിയത് തോന്നിയത് കാണിക്കുന്നതാണ് ജീവിതം. കാരണം എന്താ? അജ്ഞാനേന മോഹിത. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മോഹിതന്മാരാണ്. അവരുടെ പ്രവൃത്തി എന്തായി പോവും? തെറ്റായി പോവും. ഫലോ എന്ത് ചെയ്യുന്നു അതിന്റെ ഫലമാണല്ലോ കിട്ടുക. എന്ത് വിതയ്ക്കുന്നു അതന്നെയാണല്ലോ നമുക്ക് കിട്ടുന്ന ഭൂമിയിൽ നിന്ന്, അല്ലേ? നെല്ല് വിതച്ച് ഗോതമ്പ് കിട്ടുമോ? ഇല്ല. എന്ത് വിതയ്ക്കുന്നു അതന്നെയാണ് കിട്ടുക. തിരിച്ചു വരുന്നത് അതന്നെയായിരിക്കും. നാസ്തി ജ്ഞാനാൽപരോ ബന്ധു ന അഹങ്കാരാൽപരോ രിപു. അഹങ്കാരത്തിൽ നിന്നും പരമായിട്ടൊരു ശത്രു ഇല്ല. തുടച്ചു നീക്കേണ്ടതാണ്. അവിടെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അഹങ്കാരം സാത്വിക അഹങ്കാരമല്ല, പിന്നെ താമസികമായിരിക്കുന്ന അഹങ്കാരമാണ്, സവികൽപകമായിരിക്കുന്ന അഹങ്കാരമാണ്, നിർവികൽപമായിരിക്കുന്ന അഹങ്കാരം അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ വിഷമാണ് മനസ്സിലാക്കാൻ. ഇതൊക്കെ പണ്ഡിതന്മാര് ശാസ്ത്ര വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സാഖ്യതത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രപഞ്ച സൃഷ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ വിഷമം ഇതിലുണ്ടാവും. അതിന്റെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കുണ്ട് എന്നർത്ഥം. അതാണ്.